ഗൈസ്, നമ്മൾ നമ്മുടെ ഉത്സവം വ്ളോഗുമായിട്ട് വന്നേക്കുവാണ്. ഞാൻ മാത്രമേ പറയണ്ടോ, നീ പറ. നമ്മുടെ ഉത്സവം വ്ളോഗായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മുടെ കാളയുടെ കൂടെ ഒക്കെ പോകും. ഇപ്പൊ തോറ്റമ്പാട്ട് തുടങ്ങുവാണ് ഗൈസ്. കാളിയാക്കന്റെ വീട് കോടി. നീ അവിടെ ചെന്നിട്ട് കാണാം. നമ്മുടെ കാളയെ കാണുന്നില്ല. ഇപ്പൊ കാള അപ്പൊ നമ്മള് ഫ്ലോട്ടിൽ തന്നെ പോണ്ടി വരും. അവിടെ കൂടെ ചോദിച്ചു നോക്കാം. ചോദിച്ചോ ഞങ്ങളുടെ കയ്യിലൊക്കെ പൈസ ഉണ്ട്. എൻ്റെ കയ്യിൽ 50, 15, അവൻ്റെ 60. എന്തോ ഐസ്ക്രീം 6 രൂപ ചെലവാ. എന്നാ മേടിച്ചോ. 10 രൂപയുടെ ഉണ്ടല്ലോ ചോക്കോബാർ. പൈസ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എടുക്കാം. അവിടെ കാളിയത് നമുക്ക് ചോക്കോബാറും കാര്യങ്ങളൊക്കെ മേടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് പൊട്ടിച്ച ചോക്കോബാർ മണ്ടയിലെത്തിയോടെ പാട്ടുകാരാണ്. നമ്മളെവിടായി കരിയുടെ അമ്പലം കഴിഞ്ഞു. ഹരിയുടെ അമ്പലം കഴിഞ്ഞ് ഹരിയുടെ അമ്പലം ഇനി പോവാ. മുന്നോട്ട് പോയിക്കോട്ടെ. മുന്നോട്ട് നമ്മുടെ ഈ വഴിയാണ്. വെടലിക്ക് എന്തോ പറ്റി? നമ്മുടെ പ്രകൃതി രമണീയമായ കേരള കണ്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഗുണാക്കെ നമ്മുടെ നാട്ടിലെ കട്ടറാണ് ഗൈസ്. നമ്മുടെ കാലിൻ്റെ അത്ര ഉണ്ട്. നമ്മുടെ പ്രകൃതി രമണീയമായ കാടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്രിട്ടീഷുകാരുടെ കറുത്ത മുട്ട കണ്ടിട്ടുണ്ടോ? ഇതാണ്ട് അല്ല, കേരളത്തിലെ വെളുത്ത കാട് കണ്ടിട്ടുണ്ടോ? ഇതാണ്ട് പച്ചക്കാട് ചെമ്പരത്തിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വലുതും കാണും. നമ്മുടെ സിആർ മഹേഷ് തേങ്ങ ഇടാൻ കയറിയിട്ടുണ്ട്. നമ്മള് കാട്ടിക്കട എത്തിയിട്ടുണ്ട്. കാട്ടിക്കട വലിയ കാട്ടാക്കട ഉള്ള നമ്മുടെ ഇവിടെ ആലിങ്കട ആലിങ്കട 3-ാം മൂട് ആലിങ്കട എത്തിയിട്ടുണ്ട്. അപ്പൂസ് ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കാളയൊക്കെ അവിടെ കിടപ്പുണ്ട്. കാള ഇപ്രാവശ്യം അവിടെ നില്ലെന്ന് ഒന്ന് ബാക്ക്. അപ്പോൾ നമ്മുടെ ആപ്പയെല്ലാം ഉണ്ട്. ഗൈസ് അവനൊരു ഉടുപ്പിൻ്റെ എത്ര രൂപയെന്ന് ചോദിക്കാൻ പോയി. ഗൈസ് നമ്മുടെ പോപ്പർ വണ്ടി പോയിട്ടുണ്ട്. പോപ്പർ വണ്ടി മുഖ്യമായിട്ടുണ്ട്. ഗൈസ് നമ്മുടെ അടുത്ത ആള് തെങ്ങി കയറാൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ബോർഡിനകത്തൊക്കെ കാണാം. നമുക്ക് നമ്മുടെ ഫോൺ S24 ആയിക്കൊണ്ട് ഭയങ്കര നമ്മുടെ ശിവന്റെ ഫ്ലോട്ട് അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് പട്ടിന്ന് പറയും. മഹാദേവൻ കുട്ടിന്ന് പറയാൻ പറ്റും. അല്ല നമ്മുടെ ഫ്ലോട്ടിന്റെ അടുത്ത് പോയിട്ട് കാണാം ഗൈസ്. ഹലോ, അപ്പോൾ നമ്മളെ ഉത്സവം പ്രമാണിച്ച്
അപ്പൊ ഉത്സവമായിട്ട് നമ്മള് പോയി കാളയൊന്നുമില്ലായിരുന്നു, ഫ്ലോട്ടായിരുന്നു നമ്മളെ. ഫ്ലോട്ടൊക്കെ കണ്ട് ഫ്ലോട്ടിന്റെ കൂടെ പോയി. ഭയങ്കര ഡീജയാണ്, ഭയങ്കര സൗണ്ടും, അതിന്റെ അടുത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കോപ്പിറൈറ്റ് ഇട്ടൊന്നും പറഞ്ഞ വീഡിയോ സൗണ്ട് ഉള്ള ഇടാത്ത, ഇങ്ങനെ ഷോർട്സ് സൗണ്ട് ഉള്ള രീതി ഇടാം. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു അതേ ഷോർട്സിൽ തന്നെ ഇടാം. അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ നേരത്തെ ഇട്ട വീഡിയോക്കകത്ത് തന്നെ ഇൻസ്റ്റാ അക്കൗണ്ട് ഞാൻ പിൻ ചെയ്തിട്ട് പിന്നല്ല ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്, അതായാലും പോയി നോക്കും. പുതിയ മൈക കാര്യങ്ങൾ മേടിച്ചു. ഭയങ്കര സൗണ്ട് കേസ്. ഇതുപോലെ കുറയ്ക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ കമന്റ് ഇട്. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത വീഡിയോ എല്ലാം ഉണ്ട്, നല്ല സൗണ്ട്. ഇതാണ് ക്യാമറയല്ല നമ്മളെ മൈക്കില്ലാത്ത വ്യത്യാസം എന്നുവെച്ചാൽ എൻ്റെ ഫോണിൽ ഈ ക്യാമറയുടെ മൈക്ക് വർക്കാവത്തില്ല. അതെനിക്ക് അറിഞ്ഞൂടാ. നോർമൽ ക്യാമറ ഇത് വർക്കാവുന്നില്ല. പക്ഷെ നോർമൽ ക്യാമറ എല്ലാ ഫോണിലും വർക്കാവും, എൻ്റെ ഫോണിൽ മാത്രം അത് വർക്കാവുന്നില്ല. എന്തെന്ന് അറിഞ്ഞൂടാ. അച്ഛൻ്റെയൊക്കെ സാംസങ് ഫോണോ അതിനകത്തൊക്കെ വർക്കാവുന്നുണ്ട്. കുറച്ച് മോഡൽസ് മാത്രം വർക്കാവുന്നില്ല. ഞാൻ കുറേ സാംസങ് മോഡൽസിലൊക്കെ നോക്കി, അതിനകത്തൊന്നും വർക്കാവുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാൻ അമ്മയുടെ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യും, ഇതിനകത്ത് എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഉള്ളു ഇനിയിപ്പം. അപ്പം അതാണ് അത്ര ക്ലാരിറ്റി ഉണ്ടോ, കൊള്ളത്തില്ല. അത് എന്താണോ എന്തോ, അത് ഫ്രണ്ടിലത്തെ ക്യാമറയിൽ ഇച്ചിരി എന്തോ എന്താണോ എന്തോ. പക്ഷെ ഫ്രണ്ടിലത്തെ ക്യാമറയില പ്രശ്നം, ബാക്കിലത്തെ ക്യാമറ ആണ് സൂപ്പർ ക്യാമറ. പിന്നെ ഞാൻ ഉത്സവം അന്ന് തന്നെ ഞാൻ മൈക്ക് മേടിച്ച്, ഉത്സവ ദിവസം രാവിലെ പോയി മൈക്ക് മേടിച്ച്. എനിക്ക് നമ്മൾ ഉത്സവത്തിൻ്റെ വ്ളോഗ് എടുക്കുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ അടിക്കാൻ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് എടുത്തത്. പക്ഷെ എൻ്റെ ഫോണിൽ വർക്കാവുന്നില്ല. ഞാൻ വിചാരിച്ചു പിന്നെ അമ്മയുടെ ഫോണൊന്നും കൊണ്ടുപോകണമെന്ന്. പിന്നെ ഇപ്പോഴാണ് എടുക്കുന്നത്. ഇനി നമുക്ക് വല്ല ഗെയിമിംഗ് വീഡിയോസിലൊക്കെ എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൊള്ളായിരുന്നു. കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൊണ്ട് നോക്കണം ഇനി.